ഇടക്കൊച്ചിയിലെ വിവിധ സാംസ്കാരിക യുവജന സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാടിന്റെ ആദരവ് 2026 ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VS ശ്രീജിത്ത് നിർവഹിച്ചു. കൊച്ചിയിലെ 16 പ്രമുഖ സംഘടനകൾ ഒത്തൊരുമിച്ചൊരുക്കിയ വിപുലമായ ഈ ആദരിക്കൽ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ പ്രതിഭകളെ ആദരിച്ചു. ഇടക്കൊച്ചിയിലെ വിവിധ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും വിവിധ ക്ലബ്ബുകളും സംയുക്തമായി സംഘടിപ്പിച്ച നാടിന്റെ ആദരവ് 2026 ചടങ്ങ് നിരവധി പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഇടക്കൊച്ചി വലിയകുളം കുട്ടിക്കൃഷ്ണൻ വൈദ്യർ സ്റ്റേജിൽ നടന്ന ചടങ്ങ് കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VS ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും മനുഷ്യരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കാരണം ഈ ആദരവ് എന്ന് പറയുന്നത് ഒരു പ്രമോഷൻ പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഇക്കിളിപ്പെടുത്തുന്ന പരിപാടിയോ ആയിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ആദരവ് ലഭിക്കാത്തതിനെ തുടർന്ന് വളരെ വാശിയിൽ പഠിച്ച് IAS നേടിയ ഒരു മലയാളിക്ക് ജന്മം കൊടുത്ത നാടാണ് കേരളം. ചടങ്ങിൽ AA ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച നാടിന് അഭിമാനമായി മാറിയ പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. 2026 ജൂണിൽ ചെന്നൈയിൽ വെച്ച് നടന്ന ഹൈ ചെന്നൈ ലീഗ് അണ്ടർ 16 ഫുട്ബോൾ ടൂർണമെന്റിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള ടീമിനു വേണ്ടി ബൂട്ടണിഞ്ഞ ആദിദേവ് ദീക്ഷിത് ESI മെഡിക്കൽ കോളേജ് ഗുൽബർഗ് നടത്തിയ MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസോടെ വിജയം നേടി നാടിന് അഭിമാനമായി മാറിയ ഡോക്ടർ അക്ഷയ PR എന്നിവർക്കാണ് ചടങ്ങിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ഇടക്കൊച്ചി സാംസ്കാരിക വേദി, DYFI ഇടക്കൊച്ചി മേഖലാ കമ്മിറ്റി, സർവശക്തി ഗണ്ടാകരണ സമിതി തുടങ്ങിയ 16ഓളം പ്രമുഖ സംഘടനകൾ സംയുക്തമായാണ് നാടിന്റെ ഈ പ്രതിഭകൾക്ക് ആദരവൊരുക്കിയത്. ചടങ്ങിൽ വിവിധ സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. കൗൺസിലർ KJ ബേസിൽ, KL ലിഷോയ്, ജെയ്സൺ VS എന്നിവർ സംസാരിച്ചു. നാട് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് 3 ചെറുപ്പക്കാരെ വളർന്നു വരുന്ന ഫുട്ബോൾ രംഗത്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച ഇതുപോലെ തന്നെ ആതുര സേവന രംഗത്താണെങ്കിലും മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടക്കൊച്ചിയിൽ നിന്ന് കടന്നു വരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ആദരവിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ആ യുവാക്കളെയാണ് ഇവിടെ ആദരിക്കുന്നത്. അതേപോലെ വളർന്നു വരുന്ന എല്ലാ മക്കൾക്കും ഇതേപോലെ ഇനിയും ഒരു അംഗീകാരം നൽകി നമ്മുടെ ഈ നാട് എല്ലാ മക്കളെയും നല്ല നിലയിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇതൊരു ടെക് യൂണിവേഴ്സ് ആണ്. കണ്ടറിയാനല്ല, അനുഭവിച്ചറിയാൻ ഒരു എക്സ്പീരിയൻസ് ഡെസ്റ്റിനേഷൻ. ഗ്രാൻഡ് ഇനോഗ്രേഷൻ ജൂലൈ 11-ന്. ഞങ്ങളുണ്ടാവും. My Future Epic Store now at Marine Drive.